എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അതിന്റെ ഒറ്റയടി പാതയിൽ കൂടി ഇത്തിരി നേരം സഞ്ചരിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കേറെ പ്രിയപ്പെട്ടവനാവണമെങ്കിൽ നമ്മൾ ആ പ്രവാചകൻ അറിയണം. അറിയാത്ത ഒരാളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നീ ഒരാളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് നമുക്കൊരു ചിത്രം തന്ന് ആ ചിത്രത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആ വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ അയാളുമായി നമുക്കൊരു മാനസികമായ ബന്ധമുണ്ടാവണം. പ്രവാചകനെ അറിയണം. നമ്മുടെ പ്രവാചകൻ ആരാണ് എന്നും ആ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. ഞാനൊരാളെ കണ്ടു, അയാളെ എനിക്ക് പരിചയമല്ല, ഞാൻ അയാളെ എന്നും കാണാറുണ്ട്, അയാൾ എന്നോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്, ഞാൻ അയാളെ മൈൻഡ് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല, ഞാൻ എന്റെ പാട്ടിന് പോകും. ഒരു ദിവസം ഒരാള് അയാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ആ ആള് ആരാന്ന് എനിക്കറിയോ? ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല, എല്ലാ ദിവസവും അയാളെ കാണാറുണ്ട്, എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഞാൻ അയാളോട് സംസാരിക്കാറില്ല. അപ്പൊ ആ പരിചയപ്പെടുത്തി തന്ന ആള് പറഞ്ഞു, ഇയാള് നിന്റെ കുടുംബത്തെ ഏറ്റവുമേറെ സഹായിച്ച ഒരു വ്യക്തിയാണ്. നിന്റെ കുടുംബം പ്രയാസമുണ്ടായപ്പോ, പട്ടിണിയുണ്ടായപ്പോ തണലേകിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടുത്തി. അന്നു മുതൽ എന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമുണ്ടായി. അള്ളാഹുവേ, ഇത്രയും കാലം ഞാൻ ഈ മനുഷ്യനെ അവഗണിച്ചല്ലോ, അയാൾ എന്നോട് ചിരിച്ചപ്പോൾ മറുത്തൊന്ന് ചിരിക്കുവാൻ പോലും എനിക്ക് മനസ്സ് തോന്നിയില്ലല്ലോ എന്നെന്റെ മനസ്സ് എന്നെ കുറ്റപ്പെടുത്തും. പിറ്റേ ദിവസം മുതൽ അയാൾ എനിക്ക് വേണ്ടപ്പെട്ടവനാവും. ഞാൻ അയാളോട് സലാം പറയും, ഞാൻ അയാളോട് സംസാരിക്കും, കുശലം പറയും, ഞാൻ അയാളെ എന്റെ പ്രാർത്ഥനയിൽ പങ്കുകാരനാക്കും. അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ് എന്ന് നമ്മൾ അറിയണം. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ പ്രവാചകൻ നമുക്ക് ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്നുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല മാതൃക. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെയും പരലോകത്തെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ഒരു മുസ്ലിമായി കൊണ്ട് നാളെ സ്വർഗ്ഗത്തിന്റെ അവകാശിയായിക്കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഏറ്റവും നല്ല മാതൃക. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് ഏറ്റവും നല്ല ഭർത്താവാകണം. അതിനുള്ള മാർഗം എന്താ? പ്രവാചകനെ നോക്കുക. പ്രവാചകൻ എങ്ങനെയാണ് ഭർത്താവായത്? എനിക്ക് ഏറ്റവും നല്ല ഒരു ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാവണം. അതിനുള്ള മാർഗം എന്താണ്? പ്രവാചകനെ നോക്കുക. പ്രവാചകൻ എങ്ങനെയാണ് ഏറ്റവും നല്ല ഭരണാധികാരിയായത്? എനിക്ക് നല്ല കച്ചവടക്കാരനാവണം. ഞാൻ എങ്ങനെയാണ് ഏറ്റവും നല്ല കച്ചവടക്കാരനാവുക? ഞാൻ പ്രവാചകനെ നോക്കുക. ആ പ്രവാചകൻ എങ്ങനെയാണ് ഏറ്റവും നല്ല കച്ചവടക്കാരനായത്? ഏറ്റവും നല്ല അയൽക്കാരനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് ഏറ്റവും നല്ല അയൽക്കാരനായത്? എല്ലാരോടും പ്രവാചകന് പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് അധികാരമുള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ വ്യക്തികളോടും അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവാചകൻ പെരുമാറി. ആരെയും പ്രവാചകൻ വെറുപ്പിച്ചില്ല. പ്രവാചകന്റെ കൂടെ ജീവിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഓരോ നിമിഷങ്ങളിലും പ്രവാചകന്റെ പിന്നാലെയുണ്ടായിരുന്ന സ്വഹാബികൾ, പ്രവാചകന്റെ ശിഷ്യന്മാർ, പ്രവാചകന്റെ വീട്ടിലെ പരിചാരകന്മാർ, അവർ സാക്ഷ്യപ്പെടുത്തിയത് പതിറ്റാണ്ടുകളായി, വർഷങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് ദേഷ്യം പിടിച്ച് ഒരു വാക്കുപോലും അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോ നമ്മുടെ സ്വഭാവത്തിൽ എന്തുമാത്രം മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന് ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال الذي كانت عليهم. മനുഷ്യന്മാരുടെ എല്ലാ ഭാരങ്ങളെയും ആ പ്രവാചകൻ ഇറക്കി വെച്ചു. മനുഷ്യന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനത്തിനുള്ള മാർഗം ആ മനുഷ്യർക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. ഈ പഠിപ്പിക്കൽ സുഖകരമായിരുന്നില്ല. പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസ്ഥ, ആ അവസ്ഥ വായിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രവാചകന്റെ ആ ജീവിതത്തിന്റെ അവസ്ഥ ഉൾക്കൊള്ളാനായാൽ കണ്ണു നിറഞ്ഞു പോകും. 40 വയസ്സ് വരെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിച്ച റസൂൽ, എല്ലാവരും മക്കയിൽ ഒരാൾ പോലും പ്രവാചകനെ വെറുത്തില്ല. ആ റസൂല് പിറ്റേ ദിവസം ആളുകളുടെ മുമ്പിൽ വന്നിങ്ങനെ പറയാ, ഞാൻ അള്ളാന്റെ നബിയാട്ടോ, ഞാൻ അള്ളാന്റെ നബിയാണ്. അള്ളാഹു തആല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇന്നെ പറഞ്ഞതാണ്. ഇന്നലെ എന്റെ അടുത്ത് അള്ളാന്റെ മലക്ക് ജിബ്രീൽ വന്നിരുന്നു. ജിബ്രീൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ വർത്താനം, ഈ സംസാരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാം. അപ്പൊ ഇന്ന് പ്രസംഗിച്ച ഞാൻ നാളെ
നിങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് പ്രസംഗിക്കുക, അത് നിങ്ങൾ കേൾക്കുകയാണ്. എന്താ പറയുന്നത്? ഞാൻ അള്ളാഹുവിന്റെ നബിയാണ്, എനിക്ക് വഹീ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? പാവം, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്, മനസ്സിനെന്തോ പറ്റിയിട്ടുണ്ട്, ബുദ്ധിക്കെന്തോ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ പറയില്ലേ? നമ്മൾ ഓരോരുത്തരും പറയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്തൊരവസ്ഥയിലാണ് ചെന്നുപെട്ടത്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായ പ്രവാചകൻ ആ നാട്ടുകാരുടെ മുമ്പിൽ അവർക്ക് പരിചയമില്ലാത്ത, അവർ കേട്ടിട്ടില്ലാത്ത, അവർ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ പറയുന്നത് കേൾക്കണം. അന്നു മുതൽ ആ പ്രവാചകന്റെ ജീവിതത്തിൽ സുഖമെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അന്നു മുതൽ കഷ്ടപ്പാടിന്റെ നെരിപ്പോടായിരുന്നു അവസാനം വരെ. രാത്രി പാതിരാത്രിക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറങ്ങി നടക്കുക. റോട്ടിൽ കൂടി രണ്ട് സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും കണ്ടു പ്രവാചകനെ. എന്തേ റസൂലേ ഈ പാതിരക്ക്, എന്തേ റസൂലേ ഈ ഇരുട്ടത്ത്? പ്രവാചകൻ പറഞ്ഞു, വല്ലാത്ത വിശപ്പ്, വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല, വിശപ്പിന്റെ വേദന എന്നെ പുറത്തിറക്കിയിരിക്കുന്നു. നമ്മൾ ഇറങ്ങി നടക്കാറുണ്ട് സുബൈക്ക്, അതിരാവിലെ 4 മണിക്ക് റോട്ടിൽ കൂടി പോകുമ്പോ ചില സുഹൃത്തുക്കളെ കാണാം ഇരുട്ടത്ത്. അസ്സലാമു അലൈക്കും, എന്താ ഇപ്പൊ ഈ 4 മണിക്ക്? ഒന്നുമില്ല, കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലാണ്, പ്രഷർ ഇത്തിരി കൂടുതലാ, അതുകൊണ്ട് തടി ഒന്ന് കുറക്കാൻ ഇത്തിരി നടക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കിട്ടാത്ത വിശപ്പ് കൊണ്ട് നടന്നുവെങ്കിൽ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് വിഷമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. ആ പ്രവാചകൻ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അത് അടിവരയിടുക. നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ, ദിക്റുകളിൽ, ദുആകളിൽ ഒതുങ്ങുന്നില്ല. ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നേതാവ്, ജേതാവ്, ഭരണാധികാരി, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്റെ മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകനെ പിൻപറ്റുവാനും സർവശക്തനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പ്രവാചകനെ കണ്ടറയെ കണ്ടുകൊണ്ട് നാളെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി മുൻ കേന്ദ്രമന്ത്രിയും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാനനായ എം പി വീരേന്ദ്രകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന PN അബ്ദുൽ ലത്തീഫ് മദനി, M ശിഹാബ് തൊടുപുഴ, ഇപ്പോൾ വിഷയം അവതരിപ്പിച്ച പ്രവാചകൻ ഉത്തമ മാതൃക അലി ഷാക്കിർ മുണ്ടേരി, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ MK മുനീർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ അതിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന സമയത്താണ് ക്ഷണിച്ചത്. നന്ദിയുണ്ട്. കാരണം ഈ സംഘടനയുമായി ഞാൻ അറിയാതെ ഒരു വൈകാരിക ബന്ധം എനിക്കുണ്ട്. 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അന്ന് ഈ രാജ്യത്തിൽ വേദനിച്ചത് ഇസ്ലാം മത വിശ്വാസികൾ മാത്രമല്ല, ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ഹൈന്ദവരും മറ്റു മതാനുയായികളും മതത്തിൽ വിശ്വസിക്കാത്തവരും, അങ്ങനെ വലിയൊരു ജനത ആ തകർക്കലിനെ എതിരായി പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഞാൻ ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരാളല്ല, പക്ഷെ ആദ്യമായി ബാബറി മസ്ജിദ് തകർത്തതിന്റെ വേദന ഞാൻ പങ്കിട്ടത് വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഉടനെ നടന്ന നിങ്ങളൊരു മഹാസമ്മേളനത്തിലായിരുന്നു.
അന്ന് ഞങ്ങളുടെ വേദന അവിടെ പങ്കെടുക്കുകയുണ്ടായി. ഈ രാജ്യത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ, സമസ്യകളിൽ നമ്മളെല്ലാവരും ഒരേപോലെ ഭാഗവാക്കുകളാണ്. ഇവിടെ ഒരു വിഭാഗം ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ കൂടുതലായാൽ അത് അവർക്ക് ആപത്താണെന്നും രാജ്യത്തിന് ആപത്തുമാണെന്നാണ്. അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ ന്യൂനപക്ഷമായാൽ അവർക്ക് സുരക്ഷയില്ല എന്നാണ്. ഇത് രണ്ടും തെറ്റാണ്. ഈ രാജ്യത്തെ അമ്പലങ്ങൾക്കെതിരെ, പള്ളികൾക്കെതിരെ, മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ വിശ്വാസങ്ങൾക്കെതിരെ എവിടെയെങ്കിലും അതിക്രമമുണ്ടായാൽ, ആ വിശ്വാസങ്ങൾ തകർക്കാൻ വല്ലവരും ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂട്ടായി വേണ്ടതാണ്. അത് ഏതെങ്കിലും വിഭാഗത്തിന്റെ മാത്രം ധർമ്മവും ചുമതലയുമല്ല. പ്രവാചകൻ മദീന കരാർ എഴുതിയ പ്രവാചകനാണ്. അതിൽ ജൂതന്മാരുണ്ടായിരുന്നു. ആ മദീന കരാറിന്റെ അന്തസ്സത്ത ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഏത് പ്രതിരോധമുണ്ടായാൽ, ഏത് അതിക്രമമുണ്ടായാലും കൂട്ടായി ചെറുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക ബഹുസ്വര സമൂഹം എങ്ങനെ അവിടെ വിശ്വാസങ്ങൾക്കെതിരായി കടന്നുകയറ്റത്തിനെതിരെ പ്രതിരോധിക്കണമെന്നും കൂടി പ്രവചിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല, ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ടുമായിരുന്നു. ഏറ്റവും അധികം ജൂതന്മാർ തന്നെ അവരുടെ മയ്യത്ത് പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചപ്പോൾ ചോദിച്ചു അത്രേ, ഒരു ജൂതന്റെ മയ്യത്തിനെതിരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. പിന്നെ പ്രവാചകൻ പറഞ്ഞ മറുപടി അത് മനുഷ്യന്റെ മയ്യത്താണ് എന്നാണ്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ആഴത്തിൽ പഠിച്ച ഒരാളല്ല. പക്ഷെ കുറേയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടും പലരുമായി സംവേദിച്ചും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സന്തോഷമുണ്ട്. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി മുട്ടാണശ്ശേരി കോയക്കുറ്റിയാണ് അത് പരിഭാഷപ്പെടുത്തിയത്. അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഖദ്ദിമ വായിച്ചപ്പോൾ പലരും പറഞ്ഞു, ലോകത്തിലെ ചിന്തകന്മാർ പ്ലാറ്റോവും സോക്രട്ടീസും അരിസ്റ്റോട്ടലും കൂടിയാൽ അവർ മൂന്നാളും ഒന്നിച്ച് ചിന്തിച്ചാലും ഇങ്ങനൊരു കൃതി നൽകാൻ സാധിക്കില്ല. ഒരു മുഖവുര എന്നാണ് മുഖദ്ദിമന്റെ അർത്ഥം. അത് വായിച്ച് ഞാൻ തന്നെയാണ് ആലപ്പുഴയിൽ പോയി, കായംകുളത്ത് പോയി കോയക്കുറ്റിയെ കണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിത് പരിഭാഷപ്പെടുത്തണം. ഇത് ഇസ്ലാം മത വിശ്വാസികളുടെ മാത്രം ഒരു സ്വത്തല്ല, ഇത് മനുഷ്യ സമൂഹത്തിന്റെ സമ്പത്താണ്. അങ്ങനെയാണ് മുഖദ്ദിമ മലയാളത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും വായിച്ചിരിക്കുക, വായിക്കാത്തവരത് വായിക്കണം. വർഗം എന്നുള്ള വാക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ആഴമേറിയ വിശകലനങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. ഇന്ന് പലരും ഉപയോഗിക്കുന്ന പലതും അതിലുള്ളതായിരുന്നു എന്നൊരു പക്ഷേ ഉപയോഗിക്കുന്നവരും കേൾക്കുന്നവരും അറിഞ്ഞിരിക്കില്ല. അങ്ങനെയുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപക പത്രാധിപർ കേശവ മേനോൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജൂതന്മാർക്ക് പരിരക്ഷ നൽകിയത് പലസ്തീനികളാണ്. ഞാനീയിടെ വിയന്നയിൽ പോയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യമായി അവിടെയുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായി. ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഞാൻ പോയത് മനുഷ്യന്റെ മനസ്സ് എങ്ങനെയെല്ലാം പ്രതികരിക്കുമെന്നറിയാനാണ്. നമ്മളെയൊക്കെ നമ്മളാക്കുന്നത് നമ്മൾ ചെയ്ത കുറ്റബോധമാണ്. ദൈവത്തോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കുറ്റബോധമാണ് നമ്മളെ പലരിൽ നിന്നും പിന്നോട്ട്, നമ്മൾ കുറ്റത്തിൽ നിന്ന് പിൻവലിക്കുന്നത്. പക്ഷേ കുറ്റബോധമില്ലാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച ആളാണ് ഹിറ്റ്ലർ. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവിടെ
തകർക്കപ്പെട്ടത്, മരിച്ചത്, കൊന്നതൊക്കെ നേരിട്ടത് ജൂതന്മാരാണ്. ആ ജൂതന്മാരെ കൊന്ന ഹിറ്റ്ലർ യൂറോപ്പ് വാങ്ങിച്ചപ്പോൾ, അതിനുശേഷം ഹിറ്റ്ലറുടെ പരാജയത്തിന് ശേഷം അവിടെ ജൂതന്മാർക്ക് ഭൂമി കൊടുത്തു.